ഇന്ന് 10-ാം ദിവസമാണ് രാമായണ പാരായണത്തിലെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, ശ്രീരാമ നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമഴിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയൂടെ പറഞ്ഞു തുടങ്ങിനാൾ. ഭരതന്റെ വനയാത്ര. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ, ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതീർക്കാലാൾ കുതിരപ്പടയോടു മാനകശംഖപ്പടഹവാദ്യത്തോടും സോദരഭൂസ്വരതാപസതാമന്ദമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശുകയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനെങ്ങാഗമിച്ചിടൂളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഹസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ട്, താപസവേഷം ധരിച്ചു ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞത് കേട്ടവർ എത്രയും നന്നെന്നും ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, മുത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നത് നേരത്ത് ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നനോടും കൂടെ പുറപ്പെട്ടിത്. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിത്. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞാമോദത്തോടും രാജഭാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിത്. താപസ ശ്രേഷ്ഠനും വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമിനി ചെന്നു പരന്നു ചമഞ്ഞത്. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഗീതങ്ങളും. ശൃംഗിവേരാഖ്യാപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു വരും പട കേകയപുത്രി സുതൻ പടയോടുമിങ്ങാഗതനായത് കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കന്മാരോടു ചൊന്നാനതി നേരം, ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്ന് കണ്ടിപ്പോൾ വരുന്നതുമുണ്ട് വൈകിടാതെ. അന്തേ ചെന്ന് വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ
പോകരുതാരും ഇവരെ നിർണയം. ശുദ്ധരെന്നാകിൽ കൊടുത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചീടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ച് ചാനന്ദപൂർവം തൊഴുതു നേടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം വീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം. ഉത്ഥാപ്യഗാഢ മാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യമ നാമയേ വാക്യവും മുക്ത്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൽ, ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ. ആലിംഗനം ചെയ്തു വല്ലോ ഭവാനല്ലോ ലോകാലംബന ഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവി കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലോ ഒരു സംശയം മസഹേ. സോദരനോടും ജനകാത്മജയോടും മേതോരിടത്ത് നിന്നമ്പോട് കണ്ടിത് രാമന് നീ അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്ന് ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരുകെന്ന് കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതനത്യുത്തമനെന്നുതൻ ചിതേ നിരൂപിച്ചുടൻ നടന്നേടിനാൻ. എത്ര സ്പുത്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൽ. എത്ര സൂപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൽ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സദഗ്ധം ചൊല്ലിനാൽ. ആ സുകുമാരി മനോഹരി ജാനകി പ്രസാദമൂർധനി സവർണ തൽസലേ കോമള സ്നിഗ്ധവളാംബരാസ്തേ രാമേണ ശേദേ മഹാസുഖം സാഗതം. ശേദേ കുശമയ വിഷ്ടരേ നിഷ്ഠൂരേ ഖേദേന സീതാമതിയാഗ്ര ജന്മനാമദോഷ കാരണാലെന്നത് ചിന്തിച്ച് മതേഹമാശു വരുത്തിച്ചിടുവൻ. കൽബിഷകാരണിയായ കൈകീതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജന് നിർമ്മലമാനസൻ ഭാഗ്യവാനത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിന് പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായ ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലൂ നീ എന്നോടെവിടെ വസതികവും കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാൻ എങ്ങ് ഊട്ടിക്കൊണ്ടുപോരുക എന്നത് കേട്ടു ഗുഹനും അരുൾ ചെയ്താൽ. മംഗലദേവതാ വല്ലഭൻ തങ്കലി ഇങ്ങനെയുള്ളൂ ഒരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ, ഗംഗാ നദി കടന്നാലടുത്തത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയ
തന്നുടെ സോദരനോടും യഥാസുഖം യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖി തർത്തുമമർത്യ തടിനീയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവത്യാനി ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ വൃത്തിജനത്തോടുകൂടി സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം അജ്ഞസാകുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായൊരു തുഴയും എടുത്തതി ലേറ്റം വലിയൊരു തോണിയിൽ ഞാൻ മുതാ ശത്രുഘ്നെയും ഭരതനെയും സപ്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതുകാരേറ്റി മന്ദം തുഴഞ്ഞ് നസ്തഭീര്യാ കടത്തിയിടിനാനാദരാൽ മുമ്പ് തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയും സദാ ശീഘ്രം ഭരദ്വാജ താപസാന്ദ്രശ്രമം വ്യാഘ്രഗോവിന്ദ്രപൂർണം വിരോധം വിന ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിന സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂര നിർത്തിയിടിനാൻ താനും അനുജനുമായുടജാംഗണേ സാനന്ദമാവേശ്യ നിന്നോരനന്തരം ഉജ്വലന്തം മഹാതേജസം താപസം വിജ്വലാത്മനാമാസീനം വിധിസമം ദൃഷ്ട്വാ നാനാമസൃഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്ത് ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരണം തുഷ്ടികലർന്നരുൾ ചെയ്താനിരന്തടു കഷ്ടമീ കോപ്പുവെന്നമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായൊരു നീയന്തനായി ഇങ്ങനെ വൽക്കലവും ജടപൂണ്ട താമസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തോ ഒരു കാരണം വൻപടയുമായി ആ ഹന്തവാനരേ വനാന്തരേ വന്നത് ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനും മിഥം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിൽ എന്തോ ഒരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തി പരിസങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാക്ഷങ്ങളാണതപോനിധി. ഞാനേതുമേ ഒന്നും അറിഞ്ഞീല രാഘവൻ കാനനത്തിൻ എഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാമമ്മതൻ വാക്കായ കാഗോളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ ശുദ്ധനോ ഞാനതിന്നിപ്പാദപത്മം പ്രമാണം ദയാനിധി. ശ്രീരാമചന്ദ്രൻ ഭൃത്യനായി തൽപാദവാരി ചെയ്യുപ്പം ഭജിക്കുന്നേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തോരു ഫലം മറ്റുമതിനൊന്നൊഴിഞ്ഞില്ലൊരു കാക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മനാമേനം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാവസ്വൃത്താന്തമൊക്കെ ഞാൻ ദൃശ്യാ കണ്ടറിഞ്ഞിരിക്കുന്നത്. മനസ്സേ ശോകമുണ്ടാകുല കേൾക്ക് നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി. ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം
ഇന്നിനി സൽക്കരിച്ചിടുവാൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലേ വീണം രാമ രഘുജാനാഥന് ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതി നില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാജമ്യാമുനീന്ദ്രനും മേഘാഗ്രമാനസനായ വിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തത് കാമസുരഭിയെ തൽക്ഷണേ ഗാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നത് ദേവികളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായ ലതകളും ഭവാനാ വൈഭവം എത്രയും അദ്ഭുതം. ഭക്തഭാഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന് പണിയുണ്ടനന്ദനും കർമ്മണാശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സാമോദമൂട് പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സൈന്യം ഭരതം ദസോദര വിചാരൂപേണ പൂജിച്ചനന്തരം തൃപ്തിയായി തത്ര ഭരദ്വാജ മന്ദിരെ സുപ്തരായ രമാവതി സന്നിഭേയുധാനവും ചെയ്തു ഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ട് ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ട് ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികെ മിത്രമായൊരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാമന്ദമാരാഞ്ജനാഥബോധനമണ്ഡലേ കാണാഞ്ഞൊരോരോരോ മുനിവരന്മാരോട് താഴ്ന്നൊഴു ചോദിച്ചു മത്യാദരം. കുത്രവാഴുന്നു രഘുത്തമനത്ര സൗമിത്രയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിരുന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതൻ തത്രൈവ ചെന്നു നേരത്ത് കാണായി വന്നത് അത്യത്ഭുതമായ ശ്രീരാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണവല്ലിതരൂ ഷഷ്പരമണീയഗാനനമണ്ഡലേ ആമ്രകദളീപകുളപ്പനസങ്ങളാമമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരഭൂഗങ്ങളും കോവിതാരങ്ങളും മേരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതിജാതി പ്രമുഖ ലതാവലീശാലികളായ മാലസാലങ്ങളും ഭൃംഗാദിനാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുമാര കുരങ്കാദി നാനാമൃഗ ഭ്രാതലീലയും ഭംഗ്യ സമാലോക്യ ദൂരീ ഭരതനും വൃഷാഗ്ര സംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനും അത് നേരം മാർഗരജസീ പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ ന്യൂനമായതി ശോഭനം പാവനം. അങ്കുശാബ്ജധ്വജവജ്രമത്സ്യാദി കൊണ്ട് അങ്കിതം മംഗലമാനന്ദമഗ്രനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിന. ധന്യോഹമിന്നഹോ ധ്യാന ധന്യോഹമിന്നഹോ മുന്നമ്മയാകൃതം പുണ്യപൂരം പരം. ശ്രീരാമപാദ പത്മാഞ്ജിതം ഭൂതല മാരാലെനിക്കു കാൺമാൻ അവകാശവും വന്നിതല്ലോ മുഹുരിപാദപാം ശുക്കളന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും. വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത
പ്രേമരസാപ്ലുത ചിത്തനായ ആനന്ദ ബാഷ്പാകലുഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധവും ചെന്നു നിന്നൂരു നേരത്തു കാണായത് സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരമിന്ദാദ്രാദി വലന്താരകവൃന്ദ വന്ദിതമിന്ദിരാ മന്ദിരൂരസ്ഥല മിന്ദ്രാവരജമിന്ദീവരലോചനം ദൂർവാദളനിപശ്യാമളം കോമളം പൂർവജം നീലനളിനതലേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകീയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോത്തമാനമാത്മാനമാവ്യകുലം പക്ഷസി ശ്രീവത്സ ലക്ഷ്മണമവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദപങ്കീരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം രക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശം രക്ഷാവിചക്ഷണം ചക്ഷശ്രവണ പ്രവരവല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യവാ സരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ട് തൃക്കാൽ വീണ് നമസ്കരിച്ചിടിനാൽ രാമനവനെയും ശത്രുഘ്നെയുമാമോദത്താൽ എടുത്തു നിവർത്തിസ സംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ട് ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം പാർത്തു സഹോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവി വസങ്ങളു മണച്ചാനന്ദപൂർവകം തത്സംഗമേറെയുള്ള ഒരു സമിത്രിയും തത്സമയേ ഭരതാംഘ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നു മതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ ഉഗ്രദിശാർത്ഥമാരായ പശുകുല മഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിത് രാഘവൻ തൻ തിരുമേനി മനോഹൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്ത് ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുട നൂഢമോദം ചുരന്നു തഥാ അന്യരായുള്ള ഒരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദര ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ ലക്ഷ്മീ സമയായ ജാനകി തന്നെയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഗീതം തുടച്ചിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്താവശിഷ്ടം സാഷ്ടാംഗമാറുടൻ നത്വാരഹുത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം താതന് സൗഖ്യമല്ലീ നിജമാനസി ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്ന് ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രീ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചെന്നാൻ വസിഷ്ഠനും ധീമതാ ശ്രേഷ്ഠ താതോദന്തമാശുകീൽ നിന്നെ പിരിഞ്ഞത് തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമമേതി സീതേ കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്ത് ദേവലോകം ചെന്ന് പൂക്കാൻ അറിയ നീ ദേവഭോഗേന സുഖിപ്പു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാഗമ്യ രഘുവരൻ വീണതു ഭൂമിയിൽ തക്ഷണമുച്ചേർ വിലപിച്ചതേറ്റവും ലക്ഷ്മണനോടും ജനനീജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ ആ താതാമാം പരിത്യജ വിധിവശ ഏതൊരു ദിക്കിനു പോയി ദയ്യോ ഭവാൻ ആഹാദോ അമനാഥോ സ്മിമാലിനി മാവിനി
സ്നേഹേന ലാളിപ്പതാരനുവാസനം ദേഹമനിത്യ ജപിച്ചിടുന്നതുകൊണ്ട് ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രിദാനം അവണ്ണമേ രോദനം ചെയ്തു വാണിയിടിനാർ കൂതലെ. തദ്ദശയാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതരമുതക്രിയം ചെയ്ത പിണ്ടം മധു സഹിതേ സൽഫല നിർമ്മിതാന്നം കൊണ്ടുവച്ചത് യാതൊരന്നം താൻ ഭജിക്കുന്നതും അത് സാദരം നൽകൂ പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത്. സ്നാനാനന്തരം പ്രഖ്യാപിച്ചിതാശ്രമം അന്നു പ്രവാസവും ചെയ്തെല്ലാവരും വന്നുദിച്ചിടിനാദിത്യദേവനും മന്ദാകിനിയിൽ ഒളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പൂർണ്ണാശ്രമേ വസിച്ചിടിന. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭു രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടത് കൊണ്ടിനി വൈകാതെ ചെയ്യവേ നമഭിഷേകവും പാലനം ചെയ്യുക. രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദീം ചെയ്തു കൃത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസ അദ്ഭുത വിക്രമനാഥ പ്രസീദമേ. മാതാവ് തന്നെ ദുഷ്കൃതം താവക ചേതസ്സി ചിന്തിക്കരുത് ദയാനിധി. പ്രാതാവു തന്നെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നത് പണ്ഡിതനായ ഭരതകുമാരൻ. ഉഥാപ്യ രാഘവനും ഉത്സംഗമാരോപ്യ ചിത്തമോദേന ഉണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാനി യത്വയോക്തം മയാ തത്തഥൈവ ശ്രുതം. താതനെന്നേ 14 സംവത്സരം പ്രീതനായി കാനനം വാഴുകെന്ന് ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ വാക്കിൽ നമുക്കിരുവർക്കുമിത്തായോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലെ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലോ ഒരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ മയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനൻ ചൊന്ന വാക്യം ഗൃഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കീഴ് സാധന സത്യഭയം കൊണ്ടു ചെയ്തത് ഏതുമേ സദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും മതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മനസ്സി. എങ്കിൽ ഞാൻ വാഴ്വൻ വനേ നിന്തിരുവഴി സങ്കടമെന്നീ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞത് കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു. രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജനാം താതൻ വിധിച്ചത് മുന്നമേ. വ്യത്യയമാനൻ അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്ന് നിർണയം.
എങ്കിൽ ഞാനും നിന്തിരുവഴിനെ പിന്നാലെ കിങ്കരന്മാരായി സുമിത്രാത്മജനെ പോലെ ഒരുവൻ തിന്നത് തരുമെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യമാത്മനി നിശ്ചയിച്ചന്തികി. ദർഭ വിരിച്ചു കിഴക്ക് തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൂക്കു ഭരതനും നിർബന്ധബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തദ്ബോധനാർത്ഥം നയനാന്ത സംജ്ഞയാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്ന് കേകേയി സുതനോട് ചൊല്ലിനാൻ മൂഢനായി ഇടലാ കേൾക്ക നീയെങ്കിലോ ഗൂഢമായി ഒരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നത് നാരായണൻ പരൻ താമരസോദ്ഭവനർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നത് രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായത് ജാനകി ഭോഗീ പ്രവരനാകുന്നത് ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴി പോലെ രാവണനെ കൊല്വതിന് വനത്തിന് ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകീചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ ശ്രീരാമ നിവർത്തനത്തിങ്കലും ഉള്ളാഗ്രഹം നീയും വരുത്തിച്ചിടുക കാരണ പുരുഷനാനുജ്ഞയാ സത്വരം നീരാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പൊഴി ചൊന്നയോധ്യാപുരി പൂക്കുവസിക്ക നീ വന്നീടും അഗ്രജൻ താനും അനുജനും ദേവിയും ഈ 7 സംവത്സരാവിധോ രാവണൻ തന്നെ വിധിച്ചു സപുത്രകം. യുദ്ധം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നോരു വിസ്മയം കൈക്കൊണ്ട് ഭക്തിയാരകുത്തമ സന്നിധൗ സാധനം ഗത്വാ നമസ്കൃത സസോദരം പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതി പാദബുദ്ധിയാ മമ സേവിച്ചു കൊള്ളുവൻ യാവത്തമാകമാനം ദേവദേവമേ താവദേവാനാരദം ഭജിച്ചിടുവൻ ഇതം ഭരതൂക്തി കേട്ടു രഘുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുകാം ഉത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്യുദ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതിൽ എന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസ്സി ജ്വലിപ്പിച്ച വഹ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നത് കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തമില്ലതി നങ്ങ് ഞാൻ അന്ന് തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിത് ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിപ്രവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസ് ചേർത്തുകൊണ്ടാരൂഢമാതോ മോദേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയിച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിത് കേദാനം സുധാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനനുവാദീന 4 അംഗപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരിബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചനദിനം ഭക്യാ വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും മൃതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമം അൻപോട് പൂക്കിയത് വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകാം വെച്ചു സിംഹാസനേ രാഘവ പാദങ്ങൾ എന്ന് സങ്കല്പിച്ചു സാദരം
ഗന്ധപുഷ്പാദ്യകൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാലിരുവരും നാനാ മുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലതിനും ചിത്രകൂടാചലീവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ട് രഘുവരൻ മിത്രമാർഗങ്ങളയൂതിയിൽ നിന്ന് എത്തുമിവിടെ ഇരുന്നാൽ ഇനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടുബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും മിഥം വിചാര്യ ധരത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയായി തഥാ തത്യാജ ചിത്രാകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരെ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അർത്രയാശ്രമ പ്രവേശം. അത്രി തന്നാശ്രമം പൊക്കുമുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമത്പദം തവ കാണായ നേരം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചതർക്യ പാദ്യാദികൾ കണ്ടുതം രാജീവലോചനം ഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോട് ചൊല്ലിഴും എന്നോടേ പത്നിയുണ്ടത്ര കീഴ് എത്രയും വൃദ്ധതാപസ്വിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന വർണ്ണശാലാന്തർഗ്രഹേ വസിക്കുന്നത് ചെന്നു കണ്ടാലും ജനകൃപാത്മജേ എന്നത് കേട്ട് രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികി ജനകാത്മജി സംസംഗമം ജന്മസാഫല്യമോർക്കനി വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തത്സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിഷമോഹനമായ തൂകൂലവും കുണ്ടലവും അംഗരാജവും എന്നിവ മണ്ഡനാർത്ഥ മനസ്സൂയ നൽകിയിടിനാൾ. നന്നു പതിവൃത്യാമാശ്രിതലാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്ക് കുറയായി ഒരിക്കലും ശാന്തനാകും തപവല്ലഭൻ തന്നോടും ചെന്നുരാ മഹാരാജ ധാന്യടകം പൂക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കുന്നേ യുദ്ധമാനുഗ്രഹവും കൊടുത്താതരാ ഭർത്തുരഗ്രേ ഗമിക്കുന്നയച്ചീടിനാൾ. വൃഷമായി മൂവരെയും പൂജിപ്പിച്ചത തുഷ്ടി കലർന്നു തപോധരണത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിൻ മഹാമായ ജഗത്രയവാസിരാം സമൂഹകാരിണയായത് നിർണയം. ഇത്തരം അത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്ര രത്രൗ വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുൾ ചെയ്തതി ദൈവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്തരമുത്ര മുനീന്ദ്രവാക്യം കേട്ടു തത്ര രത്രൗ വസിച്ചു രഘുനാഥനും ദേവനുമാദിദേവിയോടരുൾ ചെയ്തതി ദൈവം എന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമുദമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ.
നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 10ാം ദിവസം അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.